ഇറ്റ്സ് മീ ശ്വേതാപി. എവിടെയാണെന്നറിയോ? ഹിമാചൽ പ്രദേശില് കൽഗയിലാണ് ഞാനിപ്പോ ഉള്ളത്. കൽഗ. അപ്പൊ ഞാനിന്നുള്ളത് കൽഗ വില്ലേജിലാണ്. കൽഗ വില്ലേജിലെ ജിപ്സി ഹൗസ് എന്ന് പറഞ്ഞൊരു സ്റ്റേയിലാണ് ഞാനിപ്പോ ഉള്ളത്. ഇന്ന് ഞാൻ പോകുന്നത് കുട്ട്ലയിലേക്കാണ്. ഒരു അടിപൊളി സ്പോട്ടാണ് കേട്ടോ. ഇന്നത്തെ വീഡിയോയില് ജിപ്സി ഹൗസിലെ കുറച്ച് കാഴ്ചകളും ഇവിടെ അടുത്തുള്ള കുട്ട്ല എന്നൊരു വില്ലേജിലേക്കുള്ള ചെറിയ ട്രെക്കുമാണ് കേട്ടോ ഉള്ളത്. ഇവിടെ 2 ദിവസം ഞാൻ സ്പെൻഡ് ചെയ്തപ്പോൾ തന്നെ ലൈഫ് ഒന്ന് സ്ലോ ആയതായിട്ടും മൈൻഡ് ഒരുപാട് പീസ്ഫുൾ ആയതായിട്ടും എനിക്ക് തോന്നി. ആ വില്ലേജ് പോലെ തന്നെ അത്രയും മനോഹരമാണ് അങ്ങോട്ടേക്കുള്ള വഴിയും. എന്തൊരു വ്യൂ ആ നോക്കണേ, അവിടെ നോക്കി. എങ്കിലെൻ്റെ ഒപ്പം വാ, ഞാൻ പോയ വഴിയിലൂടെ നിങ്ങളെയും കൊണ്ടുപോവാം. അപ്പൊ വീഡിയോ അവസാനം വരെ കാണണേ. എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്ക്. നമ്മളൊരു ട്രക്ക് പോകാനിരിക്കുന്നുണ്ട് ബുൺബുണി എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്ക്. അപ്പോൾ മഴയൊക്കെ മാറുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത വിശേഷങ്ങൾ ബുൺബുണിയിലായിരിക്കും കേട്ടോ. ഞാൻ ഈ ഡോറ് തുറന്നപ്പോൾ തന്നെ കണ്ടത് അത്ര മനോഹരമായ കാഴ്ചയാണ് കേട്ടോ. നോക്കിയേ, ചെറിയ കാർമേഘങ്ങൾക്കിടയിലായിട്ട് നിൽക്കുന്ന മരങ്ങളും മലനിരകളും ഒക്കെ. ആഹാ, എന്താ അടിപൊളി കാഴ്ചയല്ലേ. ഇതൊക്കെ ആസ്വദിച്ചുകൊണ്ട് റൂമിൽ ഇരുന്ന് തന്നെ ഒരു ചായ കുടിക്കുവാണ് ഞാൻ. അപ്പോൾ ഈ ഒരു കൽഗ വില്ലേജ് സീ ലെവലിൽ നിന്ന് 2500 മീറ്റർ ഉയരത്തിൽ നിൽക്കുന്ന ഒരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ തണുപ്പും ക്ലൈമറ്റൊക്കെ നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ 2 ദിവസമായി ഞാനിവിടെ എത്തിയിട്ടെന്ന്. അപ്പോൾ ഈ 2 ദിവസം കൊണ്ട് നമ്മൾ ഇവിടുത്തെ ക്ലൈമറ്റും അറ്റ്മോസ്ഫിയറൊക്കെ ആയിട്ട് ഒന്ന് യോജിച്ച് ഇണങ്ങി വരണം. അതിനുള്ളൊരു ടൈം പീരീഡ് ആയിരുന്നു കേട്ടോ ഇത്. അങ്ങനെ ഞാൻ ബാൽക്കണിയിൽ ഇരുന്നുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് അങ്ങ് കഴിച്ചു. ഇത്രയും ഭംഗിയുള്ള നേച്ചറും ആസ്വദിച്ചുകൊണ്ട് ഫുഡ് കഴിക്കുമ്പോൾ ഫുഡിന്റെ ടേസ്റ്റും കൂടുമല്ലോ. ബ്രെഡ് ടോസ്റ്റും ഉപ്പുമാവും ചട്നിയും പിന്നെ ഇവിടെ തോട്ടത്തിൽ നിന്ന് തന്നെ കളക്ട് ചെയ്ത ഹെർബ്സ് ഒക്കെ ഇട്ട ഹെർബൽ ടീയുമാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോഴേക്കും നല്ലൊരു മഴയ്ക്കുള്ള ലക്ഷണങ്ങളൊക്കെ കണ്ടു തുടങ്ങി കേട്ടോ. അങ്ങനെ അതൊക്കെ കണ്ട് ഞാനും ഇവന്റെ ഒപ്പം ഇങ്ങനെ അങ്ങിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോഴേക്കും ഈ സ്ഥലമൊക്കെ കോട വന്നങ്ങ് മൂടി. അതിന് പിന്നാലെ നല്ല മഴയും തുടങ്ങി. പിന്നെ ദാ ഈ കാണുന്നത് ട്രഡീഷണൽ ഹിമാചലി സ്റ്റൈൽ ജനാലകളാണ്. നല്ല തണുപ്പുള്ളപ്പോൾ വീട്ടിനകത്തുള്ള ചൂട് അതിനുള്ളിൽ തന്നെ നിർത്താനായിട്ട് സഹായിക്കും. നിങ്ങളിതൊന്ന് നോക്കിയേ, മഴയത്ത് പറന്നു നടക്കുന്ന ഈ കളർഫുൾ ആയിട്ടുള്ള മിനി വെറ്റ്സിനെ കാണാൻ എന്ത് ഭംഗിയല്ലേ. മഴ തുടങ്ങുമ്പോൾ പല പ്രാണികളും പുഴുക്കളും ഒക്കെ പുറത്തേക്ക് ഇറങ്ങും. ഇതുങ്ങളെ പിടിക്കാനായിട്ടാണ് ഇത്ര ആക്റ്റീവായിട്ട് ഈ മിനിവെറ്റ്സ് മഴയത്ത് പറന്നു നടക്കുന്നത്. ദേ ഈ കാണുന്നത് ഒരു റേവനാണ്, സാധാരണ കാക്കയല്ല കേട്ടോ. ഇതുങ്ങളുടെ ശബ്ദം കേട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലെ കാക്കകൾക്ക് തൊണ്ടവേദന വന്നതുപോലെ ഇരിക്കും. ഹിമാചലിലെ ഒട്ടുമിക്ക കഫേസിന്റെയും ഹോം സ്റ്റേസിന്റെയും ഒക്കെ ചുവരുകൾക്ക് ഒരുപാട് കഥകളുണ്ടാവും പറയാനായിട്ട്. ഇതാണ് ശബ്ദ്. ആളൊരു ട്രാവലിംഗ് ആർട്ടിസ്റ്റ് ആണ് കേട്ടോ. മഴയായതുകൊണ്ട് ആരും പുറത്തൊന്നും പോവാതെ ഇവിടെയൊക്കെ തന്നെ ഓരോ കാര്യങ്ങൾ ചെയ്ത് നടക്കുവാണ്. പലരും ഇവിടെ വോളണ്ടിയേഴ്സ് ആയിട്ട് വന്ന് നിൽക്കാറുണ്ട്. അങ്ങനെ ഓരോ വോളണ്ടിയേഴ്സും ട്രാവലേഴ്സും ഒക്കെ ചെയ്ത ആർട്ട് വർക്ക്സ് ആണ് ഇവിടെ നിറയെ ഉള്ളത്. ദേ ഇവിടെയും ഒരാൾ പെയിന്റ് ചെയ്തുകൊണ്ടിരിക്കുവാണ്. ഇതാണ് ഇവിടുത്തെ ഗ്രിൽ റൂം. എല്ലാരും ഇവിടെ ഗ്യാദർ ചെയ്യാറുണ്ട്. പ്രത്യേകിച്ച് സ്നോ ഉള്ള ടൈമിൽ ഇതാ ഈ കാണുന്ന ഗ്രില്ലില് എപ്പോഴും തീയിട്ടിട്ടുണ്ടാവും. പുക പുറത്തേക്ക് പോകാനുള്ള പൈപ്പാണ് ഈ കാണുന്നത്. അതുകൊണ്ട് ഒട്ടും തന്നെ പുക അകത്ത് നിൽക്കുകയുമില്ല. റൂമിൽ നല്ല ചൂടായിട്ട് ഇരിക്കുകയും ചെയ്യും. മഞ്ഞുള്ളപ്പോൾ ആകെയുള്ള ആശ്വാസം ഇതുപോലുള്ള ഗ്രിൽ റൂംസ് ആയിരിക്കും കേട്ടോ. സ്നോവിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ മറ്റൊരു കാര്യം ഓർത്തത്. ഞാൻ 4 വർഷം മുന്നേ ഹിമാചലിൽ സ്നോ ഉള്ള ടൈമിൽ വന്നപ്പോൾ എടുത്ത ഫോട്ടോസ് ആണ് ഇത്.
അന്ന് വന്നപ്പോഴേ മനസ്സിൽ ഉറപ്പിച്ച കാര്യമായിരുന്നു ഇവിടുത്തെ മലകളെല്ലാം പച്ചപ്പിൽ പൊതിഞ്ഞു നിൽക്കുന്ന സമയം ഇവിടെ വരണമെന്ന്. ആ ആഗ്രഹം ഇത്തവണ എന്തായാലും സാധിച്ചു. എന്നെ ഇവിടെ ഏറ്റവും ഇൻസ്പയർ ചെയ്തൊരു കാര്യമാണ് ഇവിടുത്തെ പ്ലാസ്റ്റിക് വേസ്റ്റ് മാനേജ്മെന്റ് സിസ്റ്റം. ലോക്കൽസും പിന്നെ ഇവിടെ വരുന്ന വോളണ്ടിയേഴ്സും ഒക്കെ പ്ലാസ്റ്റിക് വേസ്റ്റ് നല്ല ക്രിയേറ്റീവ് ആയിട്ടാണ് റീയൂസ് ചെയ്യുന്നത്. അങ്ങനെയുള്ളൊരു സംഭവമാണ് ഇവിടെ ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ടൂറിസ്റ്റ് ഒക്കെ ഡംപ് ചെയ്തിട്ട് പോകുന്ന പ്ലാസ്റ്റിക് വേസ്റ്റ് ഇതുപോലെ കുപ്പികളിലാക്കി സ്റ്റഫ് ചെയ്ത് വെച്ച് കുപ്പി ഫില്ലായി കഴിയുമ്പോൾ ഒരു ഇഷ്ടിക പോലെ കട്ടിയാവും. എന്നിട്ട് ഈ കുപ്പികൾ ബ്രിക്കിന് പകരം ചെറിയ കൺസ്ട്രക്ഷൻസിനൊക്കെ ഉപയോഗിക്കുകയും ചെയ്യും. ഇതൊക്കെ ഇത് ഞാൻ ഉണ്ടാക്കിയൊരു പെൻഡന്റ് ആണ്. ഇത് ഇവിളായി ആണിത്. ഇത് ഇങ്ങനെ ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഇപ്പോൾ കണ്ണ് കിട്ടാന്നൊക്കെ പറയില്ലേ, കണ്ണ് കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ഉള്ളൊരു സംഭവമാണ്, അങ്ങനെയൊക്കെ വിശ്വസിക്കുന്നു. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയതായി മാല. ഇത് ക്ലേ കൊണ്ടാണ് ഉണ്ടാക്കിയത്. ക്ലേ കൊണ്ട് ഉണ്ടാക്കിയിട്ട് ഇതിൽ പെയിന്റ് ചെയ്തു. ഇഷ്ടമായോ? എല്ലാവരും ഓരോന്നൊക്കെ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എനിക്കും എന്തെങ്കിലും ആർട്ട് ചെയ്യാൻ തോന്നി. അങ്ങനെ ഞാനൊരു ലീഫ് എടുത്തു. ഇത് എന്ത് ലീഫാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. ഇവിടെ ആണെങ്കിൽ ചുറ്റും ഈ ചെടി നിറഞ്ഞു നിൽക്കുവാണേ. ഈ ഇല വീട്ടിലേക്ക് കൊണ്ടുപോകുന്നില്ല. എന്നാ പിന്നെ ഇതിന്റെ പ്രിന്റ് എടുത്തേക്കാന്ന് വിചാരിച്ചു ഞാൻ, ഓർമ്മയ്ക്കായിട്ട്. ഉച്ചയായിട്ട് മഴ മാറിയിട്ടില്ല കേട്ടോ. എല്ലാരും മഴ മാറിയിട്ട് ട്രെക്ക് പോവാൻ കാത്തിരിക്കുവാണ്. ഇതാണ് കേട്ടോ ഇവിടുത്തെ കിച്ചൺ. ഇവിടെ കുക്ക് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന വെജിറ്റബിൾസും മറ്റും ഇവിടെ തന്നെ കൃഷി ചെയ്തെടുക്കുവാണ്. അതൊക്കെ ഞാൻ മറ്റൊരു വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ ഇവിടെ കുറച്ച് വർത്തമാനമൊക്കെ പറഞ്ഞിരുന്നപ്പോഴേക്കും നല്ല ചൂടോടെ സോയാ പുലാവ് റെഡി ആയിട്ടുണ്ട്. കൂടെ ഇത്തിരി ചമ്മന്തിപ്പൊടിയും കുറച്ച് ബട്ടറും അച്ചാറും ഉണ്ട്. നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അങ്ങനെ ലഞ്ചൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോഴേക്കും മഴ ഒതുങ്ങിയതോടെ എല്ലാവരും ട്രെക്ക് പോകാനുള്ള തിടുക്കത്തിലായി. ഞാനും ഒന്ന് കുളിച്ച് ഫ്രഷായി. അപ്പോൾ നമ്മുടെ ജിപ്സി ഹൗസിൽ നിന്ന് ചെറിയൊരു ട്രക്ക് ഉണ്ട്. കുറ്റില എന്ന് പറഞ്ഞ ചെറിയൊരു സ്ഥലത്തേക്കാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് ടീമൊക്കെ ഉണ്ട് നമ്മുടെ ഒപ്പം. ഒരാൾ അവിടെ ഫ്രണ്ടിൽ പോകുന്നുണ്ട്. ബാക്കിയുള്ളവരൊക്കെ എന്തൊരു വ്യൂ ആ നോക്കണേ. അവിടെ നോക്കി, ഓ ഒരു രക്ഷയില്ല കേട്ടോ. വൈബ് വേറെ തന്നെ. അപ്പൊ ജിപ്സി ഹൗസിലെ 2 വോളണ്ടിയേഴ്സും പിന്നെ ബാക്കി ഗസ്റ്റും ഒക്കെ ആയിട്ടാണ് ഈ ഒരു ട്രെക്ക് പോകുന്നത്. ഇപ്പൊ ആപ്പിൾ സീസൺ ആയതുകൊണ്ട് ഒട്ടുമിക്ക ആളുകളും ഇതുപോലെ കൊട്ടയായിട്ട് പോകുന്നത് കാണാം. ആപ്പിൾ മാത്രമല്ല കേട്ടോ, പച്ചക്കറികളും കന്നുകാലികൾക്കുള്ള പുല്ല് വരെ ഈ കൊട്ടയിൽ നിറച്ച് ഷോൾഡറിൽ തൂക്കിക്കൊണ്ട് വരുന്നത് കാണാം. ഇങ്ങനെ ഈ വില്ലേജ് ലൈഫൊക്കെ കണ്ടു നടക്കുന്നത് തന്നെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ്. Look at my dirty crops. ചെളിയിലൊക്കെ പൂണ്ടുപോയി കാല്. രാവിലെയൊക്കെ മഴയുണ്ടായിരുന്നത് കൊണ്ട് എല്ലായിടത്തും നല്ല ചെളിയുണ്ട് കേട്ടോ. പക്ഷെ അതൊന്നും ഒരു വിഷയമേ അല്ല. കാരണം പോകുന്ന വഴി അത്ര മനോഹരമായിട്ടുള്ള കാഴ്ചയാണുള്ളത്. ഓരോ സീസണിലും ഹിമാചലിന് ഓരോ മുഖങ്ങളാണ്. 2 സീസണിൽ ഞാൻ ഹിമാചൽ വന്നിട്ടുള്ളത് കൊണ്ട് 2 വ്യത്യസ്തമായിട്ടുള്ള സീനറീസ് ആണ് എനിക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത്. പിന്നെ ഇവിടെ എത്തിയപ്പോൾ എല്ലാവരും എന്തൊക്കെയോ തപ്പുന്നത് കണ്ടു. സംഭവം മഷ്റൂം ഫോറേജിങ് ആണ് കേട്ടോ. എല്ലാവരും ചേർന്ന് എഡിബിൾ ആയിട്ടുള്ള വൈൽഡ് മഷ്റൂംസ് കളക്ട് ചെയ്യുവാണ്. ഇതൊക്കെ എടുക്കുന്നത് ജിപ്സി ഹൗസിൽ കൊണ്ടുപോയിട്ട് നല്ലത് നോക്കി കുക്ക് ചെയ്യാനാണ്. ചെറുതും വലുതും പല കളേഴ്സിലും ഒക്കെ ആയിട്ട് ഒരുപാട് മഷ്റൂംസ് കാണാം. പക്ഷെ എഡിബിൾ ആണെന്ന് 100% ഉറപ്പല്ലാത്ത പക്ഷം അത് കഴിക്കാനോ പറിക്കാനോ നിൽക്കരുത്. ഞാനും 1-2 മഷ്റൂംസ് കളക്ട് ചെയ്തിട്ടോ. ഈ കാണുന്ന മുകളിൽ ഓറഞ്ചിന്റെ തൊലി പോലത്തെ ടെക്സ്ചറുള്ള മഷ്റൂംസ് ആണ് കാൻഡി ക്യാപ്പ് മഷ്റൂംസ്. ഇവ എഡിബിൾ ആണ് കേട്ടോ. കുറച്ചു നേരം ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചോ വെയിലത്ത് വെച്ചോ ഉണക്കി ഇത് കുക്ക് ചെയ്യാവുന്നതാണ്. ഇത് നോക്കിയേ, ഇത് ഞാൻ വീട്ടിൽ തന്നെ വളർത്തിയെടുത്ത എഡിബിൾ ആയിട്ടുള്ള മഷ്റൂംസ് ആണ്. ഇതിന്റെ തൂവെള്ള നിറം കൊണ്ട് തന്നെ ആവണം ഇതിന്റെ പേര് മിൽക്കി മഷ്റൂംസ് എന്നാണ്. പ്രോട്ടീനും ഫൈബറും ഒക്കെ ധാരാളം അടങ്ങിയിട്ടുള്ള
ന്യൂട്രിയൻ റിച്ച് ആയിട്ടുള്ള മഷ്റൂംസ് ആണത്. ഇതിന്റെ സ്പോർ അടങ്ങുന്ന മഷ്റൂം സ്പോണും മറ്റു സാധനങ്ങളൊക്കെ ഞാൻ ഓൺലൈനാണ് വാങ്ങിച്ചത്. എന്നിട്ട് ഇതെല്ലാം ഉപയോഗിച്ചാണ് ഞാൻ ഈ മഷ്റൂം ബെഡ് പ്രിപ്പയർ ചെയ്തതും ഈ മഷ്റൂംസ് ഇങ്ങനെ ഞാൻ വളർത്തിയെടുത്തതും. ചിലതൊക്കെ നല്ല വലിപ്പത്തിലും നീളത്തിലും ഒക്കെ വളരും കേട്ടോ. എന്തായാലും സംഭവം കുക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും നല്ല ടേസ്റ്റ് ആയിരുന്നു. പിന്നെ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ കമന്റ് ചെയ്യണേ. ഇവിടെ നിന്ന് ഒരു 900 മീറ്റർ കൂടി ഇനിയുള്ളൂ കുട്ട്ലയിലേക്ക്. കുറച്ചു ദൂരം ഉള്ളെങ്കിലും കുത്തനെയുള്ള കയറ്റമായിരുന്നു കേട്ടോ. വല്ലപ്പോഴൊക്കെ ട്രെക്ക് ചെയ്യാറുണ്ടെങ്കിലും ഒട്ടും വർക്കൗട്ട് ചെയ്യാത്ത ഒരാളാണ് ഞാൻ. ഇവിടെ വന്ന ഉടനെയുള്ള ആദ്യത്തെ ട്രെക്കാണിത്. അങ്ങനെ നടന്ന് 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 ഒരു സ്ഥലത്ത് എത്തി. ഇനിയും ഉണ്ട് നടക്കാൻ. അപ്പോൾ ടയേർഡായി. ഒന്നാമത് ഈ ക്രോക്സ് കാരണം ചെടിയിലൊക്കെ ചവിട്ടി ക്രോക്സ് സ്ലിപ്പറി ആയിട്ടിരിക്കുക. അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട് നടക്കാൻ. എന്നാലും എനിക്ക് ക്രോക്സ് തന്നെ ഇഷ്ടം, ചെറിയ ചെറിയ ട്രക്കൊക്കെ കയറാനായിട്ട്. പിന്നെ അതെ ഇവിടെ നിന്നൊക്കെയുള്ള വ്യൂ അടിപൊളിയാണ്. ഞാനിപ്പോൾ ഒന്ന് റെസ്റ്റ് എടുക്കാൻ വേണ്ടി ഇരുന്നതാണ്. ഇനി പൊക്കത്തെത്തുമ്പോൾ കുറച്ച് വെള്ളം കിട്ടുമെന്ന് പറഞ്ഞ് വെള്ളമൊന്നും എടുത്തില്ല. അത്ര നടക്കാനുണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചില്ല. വെള്ളമുണ്ടോ അവിടെ? അങ്ങനെ നമ്മൾ കുട്ട്ല വില്ലേജ് എത്തിയിട്ടോ. വളരെ കുറച്ച് ഹോം സ്റ്റേസ് ഉള്ള ചെറിയൊരു വില്ലേജ് ആണത്. സർപ്പാസ് പോലുള്ള കുറച്ച് വലിയ ട്രക്കുകളുടെ സ്റ്റാർട്ടിംഗ് പോയിന്റ് കൂടിയാണ് ഈ കുട്ട്ല വില്ലേജ്. ഈ ഒരു ഡിസംബർ ടൈമിൽ ഇവിടെയൊക്കെ നല്ല സ്നോ ആയിരിക്കും. പിന്നെ ഈ ഒരു സ്റ്റേയുടെ ഫ്രണ്ടിൽ തന്നെ ദാഹിച്ചു വരുന്നവർക്കായി വെള്ളം വെച്ചിട്ടുണ്ട്. അതേതായാലും ആശ്വാസമായിട്ടോ. ഒരാൾ നോക്കിക്കൊണ്ടിരിക്കണൊക്കെ. അപ്പോൾ കുട്ടിലെത്തി. അവിടെ നിന്ന് കുറച്ചും കൂടി എനിക്ക് കയറിയിട്ടുണ്ടെങ്കിൽ നല്ല വ്യൂ ഒക്കെ ഉണ്ട്. അങ്ങോട്ടേക്ക് നമുക്ക് പോവാം. നല്ല കുത്തനുള്ള കയറ്റാണേ. പണ്ടൊക്കെ ഇവിടുത്തെ ലോക്കൽസിന് ആവശ്യമായ മരത്തടികളും അവരുടെ കന്നുകാലികൾക്ക് വേണ്ട പുല്ലൊക്കെ ഈ ഒരു ഏരിയയിൽ നിന്ന് തന്നെ അവർക്ക് ശേഖരിക്കായിരുന്നു. പക്ഷെ ഇപ്പോൾ ലാൻഡൊക്കെ ഒരുപാട് ക്ലിയർ ചെയ്ത് കെട്ടിടങ്ങളൊക്കെ പണിയുന്നത് കൊണ്ട് ഇതുപോലെ ഒരുപാട് ദൂരം കാടിൻ്റെ ഉള്ളിലേക്ക് നടന്നു പോയിട്ട് വേണം ഇവർക്ക് ഓരോന്ന് കളക്ട് ചെയ്യാൻ. ഇരുട്ടാവുന്നതിന് മുന്നേ തിരിച്ച് വീട്ടിലേക്ക് പോകാൻ പറയുമായിരുന്നു ഈ ദീദി. കാരണം മുകളിലേക്ക് പോകും തോറും ഡീപ്പ് ഫോറസ്റ്റ് ആണ്. അതുകൊണ്ട് വഴി തെറ്റാൻ ചാൻസ് കൂടുതലാണ്. അപ്പൊ കൂടുതൽ മുകളിലേക്ക് കയറാതെ ഇവിടെയൊക്കെ തന്നെ നിന്ന് ഈ ഭംഗിയൊക്കെ ആസ്വദിച്ച് കുറച്ചു നേരം ഇവിടെ നിന്നു. പിന്നെ അടുത്ത വീഡിയോയില് ഇവിടെ ഒരു മലമുകളിൽ ബുൺബുണി എന്ന സ്ഥലത്തേക്കുള്ള കുറച്ച് ദിവസം നീണ്ടു നിൽക്കുന്ന ട്രെക്കും ക്യാമ്പിങ്ങും ഒക്കെ ആയിട്ട് ഒരു അടിപൊളി അഡ്വഞ്ചർ വീഡിയോ ആണ് വരുന്നത്. കാണാൻ മറക്കല്ലേ. അപ്പൊ നമുക്ക് തിരിച്ച് കൽഗയിലേക്ക് പോവാം. ഇരുട്ടാവുന്നതിന് മുന്നേ ഞങ്ങൾ എല്ലാവരും താഴേക്ക് ഇറങ്ങി തുടങ്ങി. അങ്ങനെ ഇരുട്ടായപ്പോഴേക്കും കൽഗയിലും എത്തി. രാത്രിയിൽ കൽഗ കാണാൻ നല്ല കളർഫുൾ ആണ്. എല്ലാ കഫേസും ഇതുപോലെ ലൈറ്റ്സ് ഒക്കെ ഇട്ട് നല്ല ഭംഗിയാണ് കാണാൻ. അങ്ങനെ ദാ തിരിച്ച് ജിപ്സി ഹൗസിൽ എത്തിയപ്പോഴേക്കും ഫുഡ് റെഡി ആയിട്ടുണ്ട്. ചോറും മോരുകറിയും സബ്ജിയായിരുന്നു ഇന്നത്തെ ഡിന്നർ. അപ്പോൾ ഹിമാചലിലെ കൂടുതൽ അഡ്വഞ്ചേഴ്സ് ഒക്കെ അടുത്ത വീഡിയോസിലുണ്ടാവും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.